Hi friends, I am Joy Telekadan, my YouTube channel name Joy's Kitchen. ഇന്ന് ഞാനൊരു ചിക്കൻ ടിക്ക മസാല ഉണ്ടാക്കിയാലോ. അപ്പോൾ ചിക്കൻ ടിക്ക മസാല കുക്ക് ചെയ്യാനായിട്ട് ഞാനൊരു 1 കിലോയും 250 ഗ്രാം വരുന്ന ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത്രയും ചിക്കന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനൊരു 2 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. അതേപോലെ 1 സ്പൂണ് കാട് തൈര് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. ഒരു സ്പൂണ് ലൈം ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. 1 സ്പൂണ് ചില്ലി പൗഡർ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. 1/2 സ്പൂണ് ഗരം മസാല പൊടിച്ചത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. പിന്നെ 1/2 സ്പൂണ് ജീരകത്തിൻ്റെ പൊടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. അതുപോലെ ഇതിനകത്തേക്ക് ഞാൻ ഒരു 1/2 സ്പൂണ് ഉപ്പും കൂടി ആഡ് ചെയ്യാണ്. പിന്നെ 1 സ്പൂണ് ഓയിൽ ആഡ് ചെയ്യാണ്. അതേപോലെ ഞാൻ ഒരു 1/2 സ്പൂണ് കസ്തൂരി മേത്തി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. 1/2 സ്പൂണ് കസ്തൂരി മേത്തി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ ചിക്കൻ ടിക്ക മസാല വറുത്തെടുക്കാനായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ചിക്കൻ ടിക്ക മസാലയ്ക്ക് ബോണോട് കൂടിയ ചിക്കനാണ് എടുത്തിരിക്കുന്നത്, വിത്ത് ബോണായിട്ട്. നിങ്ങൾക്ക് ബോൺ ഇഷ്ടമല്ലെങ്കിൽ വിത്തൗട്ട് ബോൺലെസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിനകത്തേക്ക്. അങ്ങനെ ചിക്കൻ എല്ലാം ഒരുപാട് അങ്ങ് ഡ്രൈ ആവണ്ട, ഒരു മീഡിയം ഡ്രൈ ആയാൽ മതി. ഒന്നും കൂടി വേവിക്കാനുള്ള. അപ്പം ഇതിങ്ങനെ ഓരോന്ന് ഇതുപോലെ എടുത്ത് റെഡിയാക്കി ഇടാം. ഇതുപോലെ ഒരു മീഡിയം അങ്ങോട്ട് ഫ്രൈ ആയാൽ മതി, ഒരുപാട് ഫ്രൈ ആവണമെന്നില്ല. അപ്പോൾ സോഫ്റ്റ് കുറവായിരിക്കും ഒരുപാട് ഫ്രൈ ചെയ്താൽ. കുറച്ചും കൂടി വേവിക്കാനുള്ളതാണ്. ഏകദേശം വേണ്ട വലിയൊരു വെന്തിട്ടുണ്ട്. ഈ പാനിലേക്ക് തന്നെ വീണ്ടും അടുത്ത ട്രിപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഈ ട്രിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് റെഡിയായി കഴിയുമ്പോൾ അങ്ങനെ ചിക്കനെല്ലാം വറുത്ത് കഴിഞ്ഞു, ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ഞാനതെല്ലാം കോരി വെച്ചിട്ടുണ്ട്. ഞാനിതിനകത്തേക്ക് പാനിലേക്ക് ഇതേപോലെ ചോപ്പ് ചെയ്ത് വെച്ച 2 ഓണിയൻ, 2 വലിയ ഓണിയനാണ് ഇതേപോലെ ചോപ്പ് ചെയ്തത്, ഞാനിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി പാനിലേക്ക് 1.5 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാണ്. അതുപോലെ 1/2 സ്പൂണ് കാശ്മീരി ചില്ലി ആഡ് ചെയ്യാണ്. 1 സ്പൂണ് ഗരം മസാല ആഡ് ചെയ്യാണ്.
അര സ്പൂണ് മഞ്ഞൾപ്പൊടി കുറുക്കും ആഡ് ചെയ്യാണ്. അര സ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ കൊമ്മിൻ പൗഡർ ആഡ് ചെയ്യാണ്. അര സ്പൂണ് പെപ്പർ പൗഡർ ആഡ് ചെയ്യാണ്. ഇത്ര ആഡ് ചെയ്ത് മിക്സ് ചെയ്യണം. ഇനി ഇതിനകത്തേക്ക് 1 സ്പൂണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഗീ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അര സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് 3 ടൊമാറ്റോ അരച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 3 ടൊമാറ്റോ ഈ പാനിലേക്ക് അരച്ചതും കൂടി ഞാൻ ആഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ചില്ലി സ്പൈസി ആവശ്യം കൂടുതലുണ്ടെങ്കിൽ ഒരു സ്പൂണ് വേണമെങ്കിൽ ചില്ലി പൗഡർ ആഡ് ചെയ്യാം. ഞാൻ അധികം ആഡ് ചെയ്യുന്നില്ല. ഞാൻ ഈ പാനിലേക്ക് 2 ഗ്ലാസ് വാട്ടർ ആഡ് ചെയ്യാണ്. ഇനി വാട്ടർ ചെറുതായിട്ടൊന്ന് തിളച്ചതിന് ശേഷം അതിനകത്തേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിന് ഗ്രേവിയൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ചിക്കൻ വറുത്ത് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇടയ്ക്കൊക്കെയുള്ള ചിക്കൻ കിടന്ന് കുറച്ചൊന്ന് വേവട്ടെ. അങ്ങനെ ചിക്കൻ ടിക്ക മസാല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനകത്തേക്ക് ചിക്കൻ ടിക്കയിലേക്ക് ഞാൻ ക്രീം ആഡ് ചെയ്യാണ്. അതേപോലെ കസ്തൂരി മേത്തി ഞാൻ കുറച്ച് അതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. അങ്ങനെ ചിക്കൻ ടിക്ക റെഡിയായി. നിങ്ങൾ എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യും, ഫോളോ ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. ശരിക്കും അങ്ങനെ ചിക്കൻ ടിക്ക മസാല റെഡി ആയിരിക്കുകയാണ്. ഈസി ആയിട്ട് കുക്ക് ചെയ്യാമെന്നുള്ളൂ. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, ഇത് വളരെ ടേസ്റ്റോടുള്ള ഒരു ഫുഡാണ്. എന്തൊരു ടേസ്റ്റാണെന്ന് അറിയോ, ഒരു രക്ഷയില്ല. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. ജോയ്സ് കിച്ചൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് തീർച്ചയായിട്ടും കുക്ക് ചെയ്യാവുന്നതാണ് ചിക്കൻ ടിക്ക മസാല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.